കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 2024 ചോദിച്ചിട്ടുള്ള 9ാമത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: Two firms A and B are in a similar type of business. Firm A has financed all operations by equity shares, whereas firm B has used equity and debt 50% each. Other parameters for both the firms are as follows: sales revenue rupees 1 crore, selling price rupees 160, unit variable cost rupees 100, fixed cost rupees 25 lakh, interest on debt for firm B rupees 2,50,000. Calculating degree of operating leverage, അതേപോലെ ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ് ഫോർ ബോത്ത് ദി ഫേംസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കമ്പൈൻഡ് ലിവറേജുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. ഇവിടെ സെയിൽസും സെല്ലിംഗ് പ്രൈസും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് കാണാൻ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സെയിൽസ് റവന്യൂ ഇവിടെ എത്രയാണ്? 1 crore ആണ് വരുന്നത്. 1 crore ഡിവൈഡഡ് ബൈ അതേപോലെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് എത്രയാണ്? 160 ആണ്. നമുക്ക് ഇവിടെ എത്ര കിട്ടും? 62,500 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 52,500 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ് സെയിൽ ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് വരക്കണം. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് വരക്കുന്നു. ഓക്കെ, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് വരക്കാന് ജസ്റ്റ് 2 എമൗണ്ട് കോളം അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലേഴ്സ് കോളം. 2 ഫേം ആണ് ഇവിടെ ഉള്ളത്, ഫേം എ അതേപോലെ ഫേം ബി. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? സെയിൽസ് കൊടുക്കണം. സെയിൽസ് എന്ന് പറയുന്നത് രണ്ടിനും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. 1 crore രണ്ട് സ്ഥലത്തും എന്തായിരിക്കും വരിക? 1 crore ആണ് വരുന്നത്. ഇപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് ഫേം എയുടെയും ബിയുടെയും എത്രയാണ്? 1 crore ആണ്. ഇനി ഈ സെയിൽസിൽ നിന്നും നമ്മൾ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് യൂണിറ്റ് പെർ യൂണിറ്റ് തന്നത് 100 ആണ്. നമ്മുടെ യൂണിറ്റ് എത്രയാണ്? 62,500 ആണ് യൂണിറ്റ്. ഇൻറ്റു 100 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 62,50,000 എന്ന് കിട്ടും. ഇപ്പൊ രണ്ട് സൈഡിലും 62,50,000 കൊടുക്കുന്നു. ഇനി ഈ സെയിൽസിൽ നിന്നും വാരിയബിൾ കോസ്റ്റിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എത്ര വരും? 1 crore എന്ന് 62,50,000 കുറച്ച് കഴിഞ്ഞാൽ 37,50,000 എന്ന് രണ്ട് കോളത്തിലും വരും. 37,50,000. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ആ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് തന്നത് എത്രയാണ്? 25 lakh ആണ് തന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് 25 lakh. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 25 lakh കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 12,50,000 എന്ന് കിട്ടും. ഇവിടെയും 12,50,000 എന്ന് കിട്ടും. ഫേം ബിയുടെ കേസിൽ ഡെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് വരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. നെക്സ്റ്റ്, അതായത് ഇതെന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻട്രസ്റ്റിനെ മൈനസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഫേം ബിയുടെ കേസിലാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് 2,50,000 ആണ് തന്നത്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12,50,000 തന്നെ. ഇവിടെ ഇൻട്രസ്റ്റ് വരുന്നില്ല. ഇവിടെ എന്ത് വരും? 10 lakh എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ് ഈ ഒരു വാല്യൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ആദ്യം ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ചുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇതിനെ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിവറേജുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഏതാണ്? ഈ ഒരു EBIT-യും കാണണം, അതേപോലെ EBT-യും കാണണം. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ഏർണിംഗ് ബിഫോർ ടാക്സ് എന്നുള്ള വാല്യൂം കണ്ടെത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലിവറേജ് കാൽക്കുലേഷൻ നടത്തുകയാണ്. കാൽക്കുലേഷൻ ഓഫ് ലിവറേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഫേം എയുടെയും ഫേം ബിയുടെയും 2 എമൗണ്ട് കോളം നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുത്തിട്ട് ചെയ്യുന്നു. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ
ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ദാറ്റ് ഈസ് എബിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയതാണ്. എത്രയായിരുന്നു? 37,50,000 ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ് കിട്ടിയത്? 12,50,000 ആണ് കിട്ടിയത്. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. ഇതേ രീതിയിൽ തന്നെയാണ് ഫേം ബിയുടെ കേസിലും കോൺട്രിബ്യൂഷൻ വരുന്നത് 37,50,000, അതേപോലെ തന്നെ എബിറ്റ് വരുന്നത് 12,50,000 ആണ്. ആൻസർ ഇവിടെയും ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്? 3 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. രണ്ടാമത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? എബിറ്റ് ഡിവൈഡ് ബൈ ഇബിടി ആണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എബിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 12,50,000 ആണ് എബിറ്റ് വരുന്നത്. ഏത്? ഫേം എയുടെ കേസിൽ. അവിടെ ഇബിടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 12,50,000 തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി ഫേം ബിയുടെ കേസിൽ എബിറ്റ് വരുന്നത് 12,50,000 ഡിവൈഡ് ബൈ ഇബിടി വരുന്നത് എത്രയാണ്? 10 lakh ആണ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 1.25 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലെ? ഇനി കമ്പൈൻഡ് ലിവറേജ് ആണ് മൂന്നാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കമ്പൈൻഡ് ലിവറേജ്, അതായത് കമ്പൈൻഡ് ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഇബിടി ആണ്. അത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. കോൺട്രിബ്യൂഷൻ നേരത്തെ കണ്ടെത്തിയ എത്രയായിരുന്നു? 37,50,000 ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇവിടെ എന്താണ്? 12,50,000 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. ഇനി ഫേം ബിയുടെ കേസിൽ കോൺട്രിബ്യൂഷൻ 37,50,000 തന്നെ, ദെൻ ഡിവൈഡഡ് ബൈ ഇബിടി എത്രയായിരുന്നു? 10 lakh ആയിരുന്നു ഇബിടി വരും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3.75 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഈ ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇതിന്റെ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.